കുഞ്ഞിളം പ്രായത്തിൽ വളർന്നു വരുന്ന ഒരു കുരുന്നിനെ, ഒരു കുട്ടിയെ അവന്റെ 5-ാമത്തെ വയസ്സ് മുതൽ 15-ാം വയസ്സ് വരെ കൃത്യമായും നാം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത് ഒരേ ഒരു ദിശയിലാണ്, ഒരേ ഒരു മാർഗത്തിലൂടെയാണ് നാം ചലിപ്പിക്കേണ്ടത്. അതിൽ നിന്ന് എത്ര കണ്ട് നാം അകലുന്നുണ്ടോ അത്ര കണ്ട് നമുക്ക് വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ 5-ാം വയസ്സ് മുതൽ 15-ാം വയസ്സ് വരെ അവരെ നടത്തേണ്ട ഒരു റോൾ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒരിക്കലും ഇളകാത്ത രൂപത്തിൽ നാം വെച്ചു പിടിപ്പിക്കേണ്ടതുണ്ട്. അല്ലിമു ഔലാദക്കും സലാസ ഖിസാൽ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ നന്നായി പഠിപ്പിക്കണം. അതിലാദ്യമായി അവിടുന്ന് എണ്ണിയത് ഹുബ്ബു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോടുള്ള ഹുബ്ബ്. തങ്ങൾ പറഞ്ഞു, അവിടുത്തെയോടുള്ള ഹുബ്ബ് മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം. ഏതും വായിച്ചറിയുന്ന ഒരു കുട്ടി 2 വയസ്സ് പ്രായമായ ഒരു കുരുന്നിനോട് എല്ലാ വിഷയങ്ങളും ചോദിച്ചാൽ പറയുന്നുണ്ട്. പക്ഷേ ആരാണ് നേതാവെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്കറിയുന്നില്ല. ഞാൻ ഇന്നും അന്വേഷിച്ചു ഒരു കുട്ടിയോട്, എനിക്ക് സങ്കടം തോന്നി. നമ്മുടെ സംസ്ഥാന, കേന്ദ്ര, രാഷ്ട്രീയ, അന്തർദേശീയ മുഖങ്ങളിലെ സർവ്വ വിവരങ്ങളും അറിയുന്ന ഒരു കുട്ടി, അതൊരു തെറ്റല്ല. അതേ സമയത്ത് ഏറ്റവും വലിയ മേൽവിലാസം ആ കുട്ടിക്ക് വേണ്ടത് സർവരാലും ആദരിക്കപ്പെടുന്ന എക്കാലത്തെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽവിലാസം അറിയുന്നില്ല. നന്നായി ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുട്ടിയാണ്. നല്ല മിടുക്കുള്ള പക്വതയുള്ള ആ കുട്ടിയുടെ ഖൽബിലേക്ക് ആദ്യമായി പകർന്നു കൊടുക്കേണ്ട ആശയം പകർന്നു കൊടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിൽ ആദ്യം കൊടുക്കേണ്ടത്? ഫത്ഹുൽ മുഈനിലൂടെ ലോക പ്രശസ്ത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു, അവ്വലു മാ യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, മാതാപിതാക്കൾക്ക് പ്രധാനവും പ്രഥമവുമായി നിർബന്ധമുള്ളത് കുട്ടികൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, ശുചീകരണം പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, ബാപ്പയുടെയും ഉമ്മയുടെയും അഡ്രസ്സുകൾ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ്, അവനവന്റെ ജീവിതത്തിൽ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമായത് ഇത് സുന്നത്തല്ല, തഅലീമുഹു, ആ കുട്ടിക്ക് പഠിപ്പിക്കലാണ്. അന്ന നബിയനാ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക വമാത ബിൽ മദീനതി വദുഫിന ബിഹാ. ചെറിയ കുട്ടികൾക്ക് പഴയകാലത്ത് പദ്യങ്ങളിലൂടെയും ഗദ്യങ്ങളിലൂടെയും പകർന്നു കൊടുത്തൊരു വിവരമാണത്. മൗലിദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന. നമുക്കൊരു നേതാവുണ്ട് മോനെ, നമ്മുടെ നേതാവ് ലോകത്തിന്റെ നേതാവാണ്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ നേതാവല്ല, ഈ ലോകത്തെ മാത്രം നേതാവല്ല, എല്ലാ കാലങ്ങളിലെയും നേതാവാണ്. അവിടുത്തെ നേതൃപദവി ഒരിക്കലും അവസാനിക്കുന്നില്ല. ആ പദവിയിൽ നിന്നൊരു കാലത്തും അവിടുത്തെ പിൻവലിക്കുന്നില്ല. എപ്പോഴും എല്ലാ സമയത്തും നേതാവാണ്. ഹയാത്തിലും നേതാവാണ്, മൗത്തിലും നേതാവാണ്, ഇപ്പോഴും നേതാവാണ്, എന്നും നേതാവാണ്. ലോകതലത്തിലെ ആദ്യത്തെ നേതാവായി അള്ളാഹു അറിയിച്ച, ആദ്യത്തെ സൃഷ്ടിയായി അള്ളാഹു തആല രൂപകൽപ്പന ചെയ്ത് നിശ്ചയിച്ച, നിർണയിച്ച നമ്മുടെ നേതാവിന്റെ മഹിതമായ ചിത്രം, ചെറിയ ഒരു ചിത്രമാണ് ഒരു കുട്ടിക്ക് ആദ്യം പകർന്നു കൊടുക്കേണ്ടത്. അക്ഷരാഭ്യാസം നൽകുന്നതിന്റെ മുമ്പ്, പരിസരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ മുമ്പ്, ആ കുട്ടിയുടെ പേര് തന്നെ പഠിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ്, മോനെ ബാപ്പയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നതിന്റെ മുമ്പ് നമുക്കൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ വിശുദ്ധമായ നാമം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെറിയ കുരുന്നിന്റെ കൽബിൽ ഇത് വേര് പിടിക്കുമ്പോൾ
നമുക്കതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയാണ്. ലോകതലത്തിൽ അല്ലാഹു ഏറ്റവും ആദരിച്ച ഭൂമിയല്ലേ അത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്ക. ആ ഭൂമിയെ ആദരിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയാണ് പൂജാതരാകുന്നത്. ശ്രേഷ്ഠമായ മണ്ണിന് വലിയ ബഹുമാനം ഉണ്ട്. ആ ബഹുമാനം കൊണ്ട് പറയുന്നു, തങ്ങൾ മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്, അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതൊരു കുരുന്നിന്റെ കൽബിലേക്ക് നാം പകർന്നു കൊടുക്കുന്നത് ഇനി ആ കൽബിലേക്ക് വേറെ ഒരു വാസനയും കേറാതിരിക്കാനാണ്. 2-3 വയസ്സെത്തുന്നതിന്റെ മുമ്പുള്ളൊരു കുട്ടി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഭരിക്കുന്ന നേതാവാരാണ്, സംസ്ഥാനത്തിന്റെ നേതാവാരാന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞു. ഇന്ത്യയുടെ നേതാവാരാന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞു. രാഷ്ട്രപതിയുടെ പേര് വരെ പറഞ്ഞു. പക്ഷേ സങ്കടം തോന്നിയത് ഇതെല്ലാം പഠിപ്പിച്ചിട്ടും ആ ഒരു കുരുന്നിന്റെ ഹൃദയത്തിലേക്ക് ആദ്യം പകർന്നു നൽകേണ്ട ആശയം നൽകിയിട്ടില്ല. അവിടെയാണ് സങ്കടം വന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈ വാസന കുരുന്നുകളെ കൽബിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് 7 വയസ്സിൽ തന്നെ മയക്കുമരുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുപോയി. 9ാമത്തെ വയസ്സിൽ മതോന്മത്തനായി കിടക്കുന്ന പിഞ്ചോമനെ കാണുന്നു, പ്രായപൂർത്തി എത്തിയിട്ടില്ല. 9 വയസ്സാകുമ്പോഴേക്ക് ആൺകുട്ടികളിൽ ആ ശീലം പിടിക്കപ്പെട്ടുപോയി. ഇതിന് നേരെ അപ്പുറത്ത് പെൺകുട്ടികളിലോ അവരെ കൗമാരം ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള ചില അടയാളങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. അതിന്റെ കാരണം ആദ്യമായി രക്ഷിതാക്കളെ കുട്ടികൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ വിഷയമാണ്. റബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികൾ അവർക്കിത് പകർന്നു കൊടുക്കുന്നതിലൂടെ നമുക്ക് വലിയ സന്തോഷം വരും. ജീവിതത്തിൽ വലിയൊരു ഭാവി കാണാൻ കഴിയും. ആ കുരുന്നുകളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കൺകുളിർക്കെ സന്തോഷിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ഹുബ്ബുണ്ട്. ആ ഹുബ്ബിന്റെ നേർസാക്ഷ്യമാണ് നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞത്. 1 മാസക്കാലം നീണ്ടുനിന്ന സുന്ദരമായ സദസ്സ് അതൊരു ചെറിയ അടയാളമല്ല, ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു അടയാളമാണ്. പക്ഷേ അടയാളപ്പെടുത്തേണ്ടത് അവിടെ മാത്രമല്ല, സുന്ദരമായിട്ടുള്ള സദസ്സിൽ മാത്രമല്ല, നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പിഞ്ചുബാല്യങ്ങൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര ശതമാനമാണ് ചെറിയ കുട്ടികൾ. സെക്സ് കാണാത്ത കുട്ടികളെ ചോദിച്ചാൽ അപൂർവമല്ലേ? സിനിമ കാണാത്തവരെ ചോദിച്ചാൽ അപൂർവമല്ലേ? പഴയകാലത്ത് ജീവിച്ചു വന്ന് ഇന്നൊരു 40 ആയിട്ടുള്ള ആളോട് 60 ആയിട്ടുള്ള ആളോട് ചോദിച്ചാൽ ജീവിതത്തിൽ ഒരിക്കൽ അങ്ങനെ അനുഭവിച്ചപ്പോൾ ബാപ്പ പിന്നെ കർശനമായി പറഞ്ഞു, ഞാനത് തിരുത്തി. ഒരിക്കൽ എന്റെ വക്കൽ നിന്ന് അങ്ങനെ ഉണ്ടായപ്പോൾ അമ്മാവൻ പറഞ്ഞു, ഞാനത് തിരുത്തി. വല്യുമ്മ എന്നെ പിടിച്ചു ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, ഞാനത് തിരുത്തി. എന്റെ ഗുരുനാഥൻ എന്നെ വിളിച്ചു ഉപദേശിച്ചു, ഞാനത് തിരുത്തി. ആ ഒരു സന്ദർഭത്തിൽ, ഇത്ര വികസിച്ചിട്ടില്ലാത്ത സന്ദർഭത്തിൽ പെട്ടെന്ന് തിരുത്താനുണ്ടായ കാരണം എന്താണെന്നറിയോ? വികസനം അല്ല അതിന്റെ വിഷയം. പിന്നെയോ അവരുടെ കൽബിൽ, നമ്മുടെ കൽബിലൊക്കെ പകർന്നു തന്നിരിക്കുന്ന ഹുബ്ബ്, ആ ഒരു ഹുബ്ബിന്റെ പേരിലാണ് അങ്ങനെ തിരുത്തിയത്. ചെറിയ കുട്ടികളായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ആ കുട്ടികളെ മടിയിൽ വെച്ച് സ്വലാത്ത് ചൊല്ലുമ്പോൾ, മൗലിദ് ചൊല്ലുമ്പോൾ, കുട്ടിക്കാലത്ത് അതേ മദ്രസയിലും സ്കൂളിലും ചേർക്കുന്നതിന്റെ മുമ്പ് അക്ഷരങ്ങൾ സ്ഫുടമായി വരുന്നില്ലെങ്കിലും 3-4 വയസ്സായ കുട്ടി ഉമ്മാന്റെ ഉപ്പാന്റെ ഉമ്മാമാന്റെ ഉപ്പാപ്പാന്റെ മടിയിൽ ഇരുന്നിട്ട് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ, അത് ചൊല്ലുന്നത് കേൾക്കാൻ വല്ലാത്തൊരു ആനന്ദമായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മൾ അങ്ങനെ കൊണ്ടുപോയി ഇരുത്തി എന്ന് കരുതിക്കോളൂ, എന്നാലും അതിന് ചേഞ്ച് വരികയാണ്. നമ്മൾ അങ്ങനെ കൊണ്ടുപോയി തപസ്സിരുത്തി എന്ന് കരുതിക്കോളൂ, എന്നാലും മാറ്റം വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഹുബ്ബ് പഠിപ്പിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കളെ എല്ലാവരെയും വിളിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ ചെറിയ കുട്ടികളെ വിളിച്ച് ഒരു റൂമിന്റെ ഉള്ളിൽ ഒരുക്കി കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഈ കൃത്യം അന്നത്തെ സ്വഹാബിമാർക്ക് മൊത്തം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള കാലത്താണ്.
ഒരിക്കൽ ആ വീട്ടിലേക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് ആ ചരിത്രമെന്നറിയുമോ? അതെ, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബുർഉദ്ദായിലൊക്കെ പറഞ്ഞ ചരിത്രമില്ലേ? സാവാ തടാകം, തൊബരിയ തടാകം വറ്റി വരണ്ടു. ആ തടാകത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ മക്കളെ? പേർഷ്യക്കാരുടെ തീനെ കുറിച്ച് അറിയുമോ കുട്ടികളെ? കുട്ടികൾക്ക് ആ തീനെ കുറിച്ച് അറിയൂല. 2000 കൊല്ലം ഒരു സെക്കൻഡ് പോലും മണയാത്ത തീ കെട്ടുപോയി എന്നുള്ള വിവരം പറയുമ്പോ കുട്ടികളുടെ കൽവിൽ വല്ലാത്തൊരു ആനന്ദം. അതിന്റെ ഒരു കാരണം അവർ അന്വേഷിക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കുന്നു. അങ്ങനെ ആ അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതേ, നിങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസമാണ്. അന്നൊരു റബീഉൽ അവ്വൽ 12 ആയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ചരിത്ര ശകലങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? ആ കുരുന്നുകളുടെ ഹൃദയത്തിലേക്ക് ഒരിക്കലും അനാവശ്യമായ ഒരു രൂപഭാവങ്ങളും കടന്നുകൂടരുത്, വികലമായ ചിന്തകളൊന്നും വന്നുകൂടരുത്, അനാവശ്യങ്ങളോട് ഒരിക്കലും കൽബിന് അടുപ്പം തോന്നരുത്. അതുകൊണ്ട് കൽബിലേക്ക് കൊടുക്കേണ്ടതാണ് ഹുബ്ബ്.